മറയൂരിനെ ഞെട്ടിച്ച കൊലപാതകം ചെയ്ത അരുൺ തമിഴ്നാട്ടിൽ ഒട്ടേറെ കേസുകളിൽ പ്രതി. മദ്യത്തിനും മറ്റ് ലഹരികൾക്കും അടിമയാണ് അരുണെന്നും പോലീസ് പറയുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ കോടതിയിൽ അടുത്ത ദിവസം ഹാജരാകാനിരിക്കെയാണ് കൊലപാതകം. 13 വയസ്സുകാരിയെ പ്രേമം നടിച്ച് പീഡിപ്പിച്ചത് ഉൾപ്പെടെ തിരുനെൽവേലി, പാളയംകോട്ട, ശിവഗംഗ എന്നിവിടങ്ങളിലായി വിവിധ കേസുകൾ അരുണിന്റെ പേരിലുണ്ട്. മറയൂരിനെ ഞെട്ടിച്ച കൊലപാതകം ചെയ്ത അരുൺ തമിഴ്നാട്ടിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്നാണ് മറയൂർ പോലീസ് നൽകുന്ന വിവരം. പ്രേമം നടിച്ച് പീഡിപ്പിച്ചതുൾപ്പെടെ തിരുനെൽവേലി, പാളയംകോട്ട, ശിവഗംഗ എന്നിവിടങ്ങളിലായി വിവിധ കേസുകൾ അരുണിന്റെ പേരിലുണ്ട്. ഒരു കേസിൽ നിന്ന് കൊല്ലപ്പെട്ട അമ്മാവൻ ലക്ഷ്മണന്റെ ജാമ്യത്തിലാണ് 4 മാസം മുമ്പ് അരുൺ മറയൂരിൽ എത്തിയത്. ലഹരിക്ക് അടിമയായ അരുണിന് ശിവ എന്നുള്ള വിളിപ്പേരുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് അരുൺ കൂടുതൽ കാലമുണ്ടായിരുന്ന. വല്ലപ്പോഴുമായി കാന്തല്ലൂർ, ഗുഹനാഥപുരത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കും. മറയൂർ, കാന്തല്ലൂർ മേഖലയിൽ കൂടുതൽ പേരും കൊല്ലപ്പെട്ടത് ബന്ധുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ്. തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ SI ആയിരുന്ന മറയൂർ സ്വദേശി പി ലക്ഷ്മണനെ തിങ്കളാഴ്ചയാണ് സഹോദരീപുത്രൻ അരുൺ വെട്ടിക്കൊലപ്പെടുത്തിയത്. മറയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്ത് ലക്ഷ്മണന്റെ വീട്ടുമുറ്റത്ത് വച്ചായിരുന്നു സംഭവം. അരുണിന്റെ മൊബൈൽ ഫോൺ ലക്ഷ്മൺ എടുത്ത് പരിശോധിച്ചതും തിരിച്ചുകൊടുക്കാൻ തയ്യാറാവാതിരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ്. അരുൺ അമ്മാവൻ ലക്ഷ്മണനുമായി നല്ല അടുപ്പത്തിലായിരുന്നെന്ന് പോലീസ് പറയുന്നു. കാന്തല്ലൂർ സ്വദേശിയായ അരുൺ ലക്ഷ്മണന്റെ വീട്ടിലെത്തി ഇടയ്ക്കിടെ താമസിക്കാറുണ്ട്. 1 മാസം മുമ്പ് വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മണൻ അരുണിന്റെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ച ശേഷം തിരിച്ചു കൊടുത്തില്ല. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തിങ്കളാഴ്ച വഴക്കുണ്ടായി. തുടർന്ന് കാറിൽ വെച്ചിരുന്ന വാക്കത്തി എടുത്തുകൊണ്ടുവന്ന് അരുൺ ലക്ഷ്മണനെ വെട്ടുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മറയൂർ.